ഹലോ നമസ്കാരം. ക്യാമ്പസിലേക്ക് സ്വാഗതം. ആഹ്, ഇത് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത കൂട്ടത്തില് ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് എക്സലില് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. ആഹ്, എക്സല് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മള് ഒത്തിരി എന്താ പറയാ, ആഹ്, സമയം കളഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് എടുത്ത് കളയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് എക്സലിൽ ഡ്യൂപ്ലിക്കേറ്റ് കളയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡേറ്റയിൽ പോവുക. ഡേറ്റയിൽ പോയതിന് ശേഷം ദാ ഇവിടെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എവിടുന്നൊക്കെയാണ് ആഹ്, ഇത് എന്താ പറയാ, ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യേണ്ടത്, ആ ഒരു കോളംസ് എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. 18 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇത് കണ്ടിട്ടുണ്ട്. അപ്പം ഓക്കെ കൊടുത്താൽ ആ 18 വാല്യൂസ് ഇവിടുന്ന് റിമൂവ് ആയി. സിമ്പിൾ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യുന്ന കാര്യം. അന്നേരം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇവിടെ സെലക്ട് ചെയ്യുന്ന കോളംസ് ഉണ്ടല്ലോ, ഈ കോളംസ് എന്തൊക്കെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് മാച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത്. എന്ന് വെച്ചാല് ഇതിന്റകത്ത് ഞാനിപ്പോൾ എല്ലാം സെലക്ട് ചെയ്തതിന് കാരണം എന്താന്ന് വെച്ചാല്, ഇവിടെ എല്ലാ വാല്യൂസും കൂടെ നോക്കിയിട്ട് വേണം ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ. അല്ലാന്നുണ്ടെങ്കില് ഇവിടെ ഈ ഈ ഒരു ഡേറ്റയുടെ കോണ്ടെക്സ്റ്റിൽ തെറ്റും. അതേസമയം നമ്മള് കുറച്ച് യൂസറിന്റെ ഡീറ്റെയിൽസ് ഇപ്പം നെയിം, ഇമെയിൽ ഐഡി, ഫോൺ നമ്പർ ആണ് നമ്മളിവിടെ മേടിക്കുന്നതെന്നുണ്ടെങ്കില്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഹ്, ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു അത് മാത്രം ഇപ്പം അസ്യൂം ചെയ്യുക കോളം എയിലെ ഇമെയിൽ ഐഡിയും ഇത് ആഹ്, മൊബൈൽ നമ്പറുമാണെന്ന് വെച്ചു. ഇത് രണ്ടും ആണെന്നുണ്ടെങ്കില് നമുക്ക് ഇത് രണ്ടും മാത്രം വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാല് അവിടുത്തെ ആ ഒരു ഫിൽട്ടർ വർക്കാവും. കാരണം ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും സെയിമായിട്ടുള്ള പല പേരിലുള്ള ആൾക്കാര് കാണും ചിലപ്പം. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ ഒരേ ഇമെയിൽ ഐഡിയും ഇതുള്ള പല പല എൻട്രീസ് ഉണ്ടായിരിക്കും. അതെല്ലാം ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റും. കാരണം നമുക്ക് ഒരു ഇമെയിൽ ഐഡി, ഫോൺ നമ്പറുള്ള ഒരാൾ മതിയല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അവിടെ നമ്മള് ഒരു അല്പം ലോജിക്കും കോമൺ സെൻസും ഉപയോഗിക്കണം. പക്ഷേ ഈ ഒരു കേസില് ഞാനിപ്പോൾ ഇത് എല്ലാം കൂടെ സെലക്ട് ചെയ്തതിന് കാരണം ഇത് റിലവന്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ ഏത് കേസിലാണ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ക്രൈറ്റീരിയ തന്നെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെ മാച്ച് ചെയ്യാനായിട്ട് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ. സോ അത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ്. ഒറ്റ ക്ലിക്കിൽ പരിപാടി നടക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.